യെസ്, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ നമ്പർ 148ന്റെ സബ്സെക്ഷൻ 1 and 2 നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ നമ്പർ 139 മുതൽ 148 വരെയുള്ള സെക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ കോസ്റ്റ് ഓഡിറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ത്രഷോൾഡ് ലിമിറ്റുകൾ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് എവിടേക്ക് പോയി, കോസ്റ്റ് റൂൾസിലോട്ട് പോയി അല്ലെ. റൂൾസിലോട്ട് പോയിട്ട് റൂൾ നമ്പർ 3 കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട CRA 1ന്റെ കാര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ റൂൾ 4 കോസ്റ്റ് ഓഡിറ്റ് അപ്ലിക്കബിലിറ്റിയെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊവിഷൻസ് ഒക്കെ എപ്പോഴും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി മുതൽ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ആ ലിമിറ്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അതിനാണ് നമ്മൾ അത് ആദ്യമേ കംപ്ലീറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ പിന്നെ ആ ഒരു ഡൗട്ട് ഉണ്ടാവില്ലല്ലോ. ഓക്കെ, തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, സെക്ഷൻ നമ്പർ 148 വരാം. സെക്ഷൻ നമ്പർ 148ന്റെ 2 സബ്സെക്ഷൻ കവർ ചെയ്ത് മൂന്നാമത്തേൽ പറയാണ് ദ ഓഡിറ്റ് അണ്ടർ സബ്സെക്ഷൻ 2. ആ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാലോ അതെന്താണെന്ന് പറയുന്നത്, കണ്ടക്റ്റഡ് ബൈ ആരായിരുന്നു, കോസ്റ്റ് അക്കൗണ്ടന്റ് ഇൻ പ്രാക്ടീസ്. ഓക്കെ, ദർ ഇസ് ഒരു CMA COP ഉള്ള, അതായത് CMA ക്വാളിഫൈ ചെയ്താൽ പോരാ, COP ഉള്ള ഒരാളായിരിക്കണം. ദർ ഇസ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഉള്ള ഒരാളായിരിക്കണം. ഹു ഷാൾ ബി അപ്പോയിന്റഡ് ബൈ ദ ബോർഡ് ഓൺ സച്ച് റെമ്യൂണറേഷൻ ആസ് മേ ബി ഡിറ്റർമിൻഡ് ബൈ ദ മെമ്പേഴ്സ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബഡ്. അപ്പോൾ ചോദ്യം വരുന്നത് വെച്ച് കഴിഞ്ഞാല്, ക്യാൻ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഒരു CA, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്താവാൻ പറ്റുമോ, ഒരു കോസ്റ്റ് ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു സമയങ്ങളിൽ ഐ തിങ്ക് ബിഫോർ 1974 1974 വരെയൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻസും എന്ത് ചെയ്യാമായിരുന്നു, ഈ കോസ്റ്റ് ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാമായിരുന്നു. കാരണം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി 1959 നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതിനു ശേഷം തുടക്ക സമയങ്ങളിലൊന്നും ആ സഫീഷ്യന്റ് നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രാക്ടീസിങ് CMA-കാരെന്നില്ല ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഉള്ള മറ്റുള്ളവരും, ഈവൻ അതർ പ്രൊഫഷണൽസ് ഹാവിംഗ് പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻസ്, അവർക്കും എന്ത് ചെയ്യാമായിരുന്നു, കോസ്റ്റ് ഓഡിറ്റ് ഒക്കെ ചെയ്യാമായിരുന്നു. ഓക്കെ, നോട്ട് ചെയ്ത് നോക്കിയാൽ. ഓക്കെ, സോ പ്രയർ ടു 1974 1974 മുമ്പ് CA ഓർ അതേഴ്സ് എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആസ് വെൽ ആസ് അതർ പ്രൊഫഷണൽസ് ഹാവിംഗ് പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യാമായിരുന്നു, കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ കമ്പനീസ് ആക്ട് 2013 വന്നപ്പോൾ, ഓക്കെ, പിന്നീട് 1974 അമെൻമെന്റ് വന്നപ്പോൾ അവിടെ CMA-കാർക്ക് മാത്രമാക്കി മാറ്റി. പക്ഷെ അപ്പോഴും അവിടെ ഒരു പ്രൊവിസോ ഉണ്ടായിരുന്നു, പ്രൊവൈഡഡ് സഫീഷ്യന്റ് നമ്പർ ഓഫ് CMA-കാരില്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ത് ചെയ്യാം, ഓഡിറ്റ് ഒക്കെ ചെയ്യാം എന്നുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, തിരിച്ച് 2013 നമ്മൾ നിലവിലുള്ള 2013 സെക്ഷൻ നമ്പർ 148ന്റെ സബ്സെക്ഷൻ 3 വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ കോസ്റ്റ് ഓഡിറ്റ് ആർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഓൺലി കോസ്റ്റ് അക്കൗണ്ട് ഇൻ പ്രാക്ടീസ്. ഓക്കെ, ഓൺലി CMA ഇൻ പ്രാക്ടീസ് ഹു ഷാൽ ബി അപ്പോയിന്റഡ് ബൈ, ശ്രദ്ധിക്കുക, ഹു ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ആര്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, കാരണം 139 അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ്, ദാറ്റ് ഈസ് നമ്മൾ ഫിനാൻഷ്യൽ ഓഡിറ്ററിന് അപ്പോയിന്റ് ചെയ്യുന്നത് നോർമലി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി, ആ രീതിയിലാണ്. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ബോർഡാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, പക്ഷെ റെമ്യൂണറേഷൻ മാത്രം ആ രീതിയിൽ വരുന്ന കണ്ടുള്ള മെമ്പേഴ്സിന്റെ. ഓക്കെ, അപ്പോൾ അപ്പോയിന്റ്മെന്റ് ഓഫ് കോസ്റ്റ് ഓഡിറ്റർ ദാറ്റ് ഈസ് CMA ഇൻ പ്രാക്ടീസ് ആരാണ്, ബൈ ബോർഡാണ്. ഓൺ സച്ച് റെമ്യൂണറേഷൻ ആസ് മേ ബി ഡിറ്റർമിൻഡ് ബൈ ദ മെമ്പേഴ്സ്. അപ്പൊ ഇതൊക്കെ MCQ ചോദിക്കാം. സോ കോസ്റ്റ് ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ, ഓക്കെ, ബൈ ആരാണ്, ബോർഡാണ് അപ്പോയിന്റ് ചെയ്തത്. റെമ്യൂണറേഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ആരാണ്, മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. Then provided that no person appointed under section 139, that is ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റർ, that is 139 ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ കമ്പനി സ്റ്റാറ്റ്യൂട്ട് ഫിനാൻഷ്യൽ ഓഡിറ്റർ ഷാൾ ബി അപ്പോയിന്റഡ് ഫോർ ദ കണ്ടക്ടിങ് ദ ഓഡിറ്റ്. അപ്പൊ നോ പേഴ്സൺ, അപ്പൊ നെഗറ്റീവായിട്ട്, അതായത് 139 സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആരാവരുത്, ഒരു കോസ്റ്റ് ഓഡിറ്റർ ആവരുത്. ഓക്കെ, so provided further that auditor conducting the cost audit shall comply with the cost auditing standards. Okay, നമുക്കറിയാം കോസ്റ്റ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് 4 വരുന്നല്ലേ, കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ഈ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, സോ എക്സ്പ്ലനേഷൻ പറഞ്ഞത് ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് സെക്ഷൻ ആരാണ് കോസ്റ്റ്, എന്താണ് കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആരാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രാക്ടീസ്, ദാറ്റ് ഈസ് CMA-കാരൻ. ഓക്കെ, കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻസ് പ്രകാരം പാസ്സായിട്ടുള്ള ഒരാൾ. ആൻഡ് കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുന്നത്. സബ്സെക്ഷൻ 3 കഴിഞ്ഞില്ലേ. അപ്പോൾ സബ്സെക്ഷൻ 3 നമ്മൾ എന്താ പറയുന്നത്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഓഫ് കോസ്റ്റ് ഓഡിറ്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, കോസ്റ്റ് അക്കൗണ്ട് ഇൻ പ്രാക്ടീസ് ആയിരിക്കണം ഓഡിറ്റ് ചെയ്യേണ്ടത്. ആൻഡ് അപ്പോയിന്റഡ് ബൈ ആരായിരിക്കണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. അപ്രൂവ്ഡ് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ആസ് വെൽ ആസ് അപ്രൂവൽ ആര് വരണം, മെമ്പേഴ്സ് അപ്രൂവൽ ചെയ്യണം. റെമ്യൂണറേഷൻ ആര് തീരുമാനിക്കും, മെമ്പേഴ്സ് തീരുമാനിക്കും.
തീരുമാനിക്കും. ഇനി കോസ്റ്റ് ഓഡിറ്റർ എന്ന് പറയുന്നത് ആരാവരുത്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ അപ്പോയിന്റഡ് അണ്ടർ 139 അല്ലെങ്കിൽ അണ്ടർ സെക്ഷൻ 139. 139 ഫിനാൻഷ്യൽ ഓഡിറ്റർ, ഫിനാൻഷ്യൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആവരുത്. ഓക്കെ, കോസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്ന് പറയുന്ന ആള് സെയിം ആവാനായിട്ട് പാടില്ല. ആൻഡ് കോസ്റ്റ് ഓഡിറ്റർ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ആ കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു CRA 1 എന്നൊരു ഫോമിൽ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ CRA 1 കഴിഞ്ഞാൽ 2, 3, 4 ഒക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് 4 ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അല്ലേ? അപ്പോൾ കോണ്ടെക്സ്ച്വലി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഫോംസ് നമുക്ക് ഒപ്പം പഠിച്ചു പോവാം. ടെക്സ്റ്റ് ബുക്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഇപ്പൊ തന്നെ ഒരുമിച്ച് പഠിക്കാൻ നോക്കാം. ഈ വൺസ് ഈ കോസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ CRA 2 നമ്മൾ ഓഡിറ്റിംഗ് സ്റ്റാറ്റ്യൂട്ടറി ഇവിടെ ADT 1 എന്ന് പറയും. ADT 1. ഓക്കെ, ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്ത് കഴിയുമ്പോൾ ADT 1 എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? MCA നമ്മൾ ഫയൽ ചെയ്യണം. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നമ്മൾ ഫയൽ ചെയ്യണം. അതേപോലെ തന്നെ CRA 2 എന്ന് പറയുന്ന ഒരു ഫോം വിത്തിൻ 30 days ഓഫ് ബോർഡ് മീറ്റിംഗ്. കാരണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണല്ലോ കോസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട്, ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വിത്തിൻ 30 daysനുള്ളിലോ അല്ലെങ്കിൽ വിത്തിൻ 180 days ഫ്രം ദ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ്, ദാറ്റ് ഈസ് ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിന്റെ കോസ്റ്റ് ഓഡിറ്ററെ നമ്മൾ അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു മാക്സിമം ടൈം എന്ന് പറയുന്നത് ആ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയിട്ട് 180 ദിവസത്തിനുള്ളിലാണ്. ഓക്കെ, അപ്പോൾ വിച്ച് എവർ ഈസ് ഏലിയർ, ഇതിൽ ഏതാണോ ആദ്യം നടക്കുന്നത്. ഓക്കെ, ഒന്നില്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് തുടക്കത്തിലേ നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ മെയ്യിലോ ജൂണിലോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പൊ അവിടെ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുണ്ട് കോസ്റ്റ് ഓഡിറ്റർ. അങ്ങനെയാണെങ്കിൽ ആ ഒരു കോസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ്മെന്റ് നടത്തി 30 ദിവസം, ആ മീറ്റിംഗ് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ആ മീറ്റിംഗ് നടന്നില്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ്ങിൽ നിന്ന് തുടങ്ങിയിട്ട് 180 days, ഓക്കെ, 180 days, ഓക്കെ, വിത്തിൻ 180 days ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ വിച്ച് എവർ ഈസ് ഏർലിയർ ഏതാണോ ആദ്യം വരുന്നത് ആ സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? CRA 2 എന്നുള്ള ഫോമിൽ കോസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്ത കാര്യം നമ്മൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലോട്ട് MCAയിലോട്ട് നമ്മൾ ഫയൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് പഠിച്ചില്ലേ? അത് ഇവിടെ നമ്മൾ പഠിക്കുന്നില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്ററിലേക്കാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവാം. പക്ഷെ നമ്മൾ ഇപ്പൊ തന്നെ കണക്റ്റഡ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ CRA 1 എന്തായിരുന്നു? കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫോം. CRA 2 കോസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്തത് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ഇന്റിമേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ MCAനെ ഇന്റിമേറ്റ് ചെയ്യുന്ന ഫോമാണ് നമ്മൾ CRA 2 എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ സബ്സെക്ഷൻ 3 കഴിഞ്ഞില്ലേ? യെസ്. എന്നാൽ സബ്സെക്ഷൻ 3 പറയുന്നത് സബ്സെക്ഷൻ 3 CMA കാരനാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോയിന്റ് ചെയ്തത് ബോർഡാണ്. മെമ്പേഴ്സ് ആണ് റെമ്യൂണറേഷൻ തീരുമാനിക്കുന്നത്. ഇത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ അല്ല. ആര്? കോസ്റ്റ് ഓഡിറ്റർ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റർ ഫോളോ ചെയ്യണം. ആ കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പറയുന്നത്. വൺസ് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ CRA 2 എന്നുള്ള ഫോമിൽ വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ബോർഡ് മീറ്റിംഗിന്റെ ഡേറ്റിൽ നിന്ന് വിത്തിൻ 30 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിന്റെ ബിഗിനിങ്ങിൽ 180 daysനുള്ളിലോ നമ്മൾ എന്ത് ചെയ്യണം? ഈ CRA 2 ഫോം ഫയൽ ചെയ്തിട്ട് MCAയിൽ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് ഇന്റിമേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്ത സബ്സെക്ഷൻ 4 പറയാണ്. ഓക്കെ, സബ്സെക്ഷൻ 4 പറയാണ് ഈ ഓഡിറ്റിനുള്ള കോസ്റ്റ് ഓഡിറ്റ് ദിസ് ഇസ് ഇൻ അഡീഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻഷ്യൽ ഓഡിറ്റ്. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ ഓഡിറ്റ് അണ്ടർ സെക്ഷൻ 139 ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കമ്പനി പറയുന്നത് ഞങ്ങൾ ഓൾറെഡി ഒരു CA കാരനെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ അതും സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണല്ലോ ഫയൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. MCAയിലൊക്കെ തന്നെ അതിന്റെ റിപ്പോർട്ട്സും ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മാത്രം പോരെ, ഇതിന്റെ ആവശ്യമുണ്ടോ? ദിസ് ഈസ് ഇൻ അഡീഷൻ 148 ഓഡിറ്റ് ഇൻ അഡീഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഓക്കെ, സോ നോക്കാം. So an audit conducted under this section shall be in addition to the audit conducted under section 143. അപ്പോൾ 139 സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ്, ഓക്കെ, ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ദാറ്റ് ഈസ് ഓഡിറ്റർ റിപ്പോർട്ട്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി റിപ്പോർട്ട് കൊടുക്കലാണ്. അപ്പോൾ റിപ്പോർട്ട് കൊടുക്കുന്നത് എവിടെയാണ് വരുന്നത്? 143 വരുന്നത്. ഓക്കെ, 143. അപ്പോൾ 143 കൊടുക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട്, ഓക്കെ, കൂടാതെ അഡീഷണലി ചെയ്യേണ്ട ഒരു ഓഡിറ്റ് തന്നെയാണ് എന്ത് പറയുന്നത്? 148 കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ. സബ്സെക്ഷൻ 4 വളരെ എളുപ്പമാണ്. സബ്സെക്ഷൻ 4 ദിസ് ഈസ് എൻ അഡീഷണൽ ഓഡിറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ദിസ് കോസ്റ്റ് ഓഡിറ്റ് ആർ കണ്ടക്ടഡ് ഇൻ അഡീഷൻ ടു എന്ത്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അണ്ടർ സെക്ഷൻ 143 സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കൂടാതെ അഡീഷണൽ ചെയ്യുന്ന ഓഡിറ്റ് ആണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. വിത്ത് ദിസ് നമ്മൾ 4th സബ്സെക്ഷൻ കഴിഞ്ഞു. ഇനി 5th സബ്സെക്ഷനിൽ പറയാണ് ദ ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ, റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ഒബ്ലിഗേഷൻ. ഈ വേർഡ്സ് നമ്മൾ കേട്ടില്ല നേരത്തെ സെക്ഷൻ നമ്പേഴ്സ് പഠിക്കുമ്പോൾ. ക്വാളിഫിക്കേഷൻ അല്ലെ, ഡിസ്ക്വാളിഫിക്കേഷൻ, റൈറ്റ്സ്, ഡ്യൂട്ടീസ്, കാര്യങ്ങളൊക്കെ. അപ്പൊ സെക്ഷൻ നമ്പർ 143 ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ്, 141 ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലെ. അപ്പൊ സെക്ഷൻ നമ്പർ 148 പറയാണ് നമ്മൾ വെറുതെ അല്ല നേരത്തെ സെക്ഷൻ നമ്പേഴ്സ് പഠിച്ചത്, നമ്മൾ ഇതിനായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 148 പറയാണ് ഈ മുമ്പത്തെ ഈ ചാപ്റ്ററിലെ ബാക്കിലത്തെ സെക്ഷൻസ് ഉണ്ടല്ലോ, അപ്പൊ അവിടെ കുറച്ച് ഓഡിറ്റേഴ്സ് ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിനുള്ള ചില ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ ചില
റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഒക്കെ പറഞ്ഞല്ലോ, ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർക്ക് അപ്ലിക്കബിൾ ആണ്. അൾട്ടിമേറ്റ്ലി കോസ്റ്റ് ഓഡിറ്റ് ഈസ് ഓൾസോ എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ചാപ്റ്ററിന്റെ നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രൊവിഷൻസ് രണ്ടാമത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ആക്ട് പറയാണ്, ഞാൻ അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വിടുന്നില്ല, പകരം അവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഓഡിറ്റർ കൂടി എന്താണ് അപ്ലിക്കബിൾ ആണ്. Therefore, the qualification, disqualification, rights, duties, obligation applicable to auditors under this chapter, that is chapter number 10 of the Companies Act. അപ്പൊ ഈ ചാപ്റ്ററിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും so far as may be applicable to a cost auditor appointed under this section, and it shall be the duty of the company to give all assistance and facility to the cost auditor appointed under this section for auditing the cost records of the company. അപ്പോൾ ഇത് കമ്പനിയുടെ ബാധ്യതയാണ്, കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് കോസ്റ്റ് ഓഡിറ്റർക്ക് എല്ലാ സഹായ സഹകരണങ്ങളും എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക അല്ലെ. സോ ഓൾ ദ അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റീസ്, കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് ആര് ഉത്തരവാദിത്തമാണ്, കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് കാര്യങ്ങളും, ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഈ ഒരു ഓഡിറ്ററെ കൂടി അപ്ലിക്കബിൾ ആണ്. മാത്രമല്ല കമ്പനി എന്ത് ചെയ്യണം, കമ്പനി അവരുടെ ഫെസിലിറ്റീസ്, ഓക്കെ, അവർ അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റീസ് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. Provide that the report on the audit of cost record shall be submitted by the cost accountant in practice to the board of directors of the company. Board of directors of the company, ഇവിടെയാണ് വ്യത്യാസം. ദാറ്റ് ഈസ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻഷ്യൽ ഓഡിറ്റിന്റെ റിപ്പോർട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്ന ടു ദ അഡ്രസ് ചെയ്ത് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനിയാണ്, ടു ദ members of the company. Okay, so financial audit, statutory financial audit addressing ആരെയാണ്, to the members of the company അഥവാ ഷെയർ ഹോൾഡേഴ്സിനെയാണ്. നേരെ മറിച്ച് ഇവിടെ റിപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടത് ആരാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ്. കാരണം ഇതൊരു പബ്ലിക്കായിട്ട് ചെയ്യേണ്ടതല്ല, ഐ മീൻ പബ്ലിഷ് ചെയ്യേണ്ട റിപ്പോർട്ടല്ല. കാരണം ഇതിനകത്ത് നമ്മൾ പറഞ്ഞു എവരി മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് എക്സ്പെൻഡിച്ചർ കാര്യങ്ങൾ അല്ലെ. അപ്പൊ കോമ്പറ്റീഷൻ എന്നുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ രാജ്യത്ത് ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫെയിംസ് ഉണ്ട്. അപ്പൊ അവരെന്നെ പലപ്പോഴും ഓരോരുത്തർക്കും ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജുകൾ മറ്റുള്ള കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജി, അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ മെത്തേഡ്സ്, അവരുടെ കോസ്റ്റ് പാറ്റേൺ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ മറ്റുള്ള കമ്പനിയെ അപേക്ഷിച്ചായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യാണ്, പുറത്ത് പബ്ലിഷ് ചെയ്യുക, അവരുടെ സീക്രട്ട്, ബിസിനസ് സീക്രട്ട് റിവീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് എന്തുണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ കമ്പനീസ് ആക്ട് നിർബന്ധിച്ച് അതെങ്ങനെ പുറത്തേക്ക് എന്ത് ചെയ്യാണ്, പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ കോമ്പറ്റീഷൻ, ഇവരുടെ ആ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ റിപ്പോർട്ട്, കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ആർക്ക് മാത്രം പബ്ലിഷ്, ഐ മീൻ ആർക്കാണ് അഡ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ പ്രൊവൈഡ് ദാറ്റ് റിപ്പോർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഡിറ്റ്, ആര് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസ് ആർക്ക് കൊടുക്കണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനിക്ക് കൊടുക്കണം. അത് ഏത് ഫോമിൽ കൊടുക്കണം, കാരണം നമ്മൾ CRA 1-2 പഠിച്ചു നിൽക്കുകയാണ് അല്ലെ. ഫോർ CRA 3-ലാണ് ഇത് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഏത് ഫോമിലാണ്, CRA 3-ലാണ് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. അപ്പൊ CRA ഫോംസ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ. CRA 1 മെയിൻറ്റെയിനിങ് കോസ്റ്റ് റെക്കോർഡ്സ് അല്ലെ, CRA 2 ഇന്റിമേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് കോസ്റ്റ് ഓഡിറ്റർ അല്ലെ, CRA 3 കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്. ഒന്നുകൂടെ പറഞ്ഞ എങ്ങനെയാണ്, CRA 1 മെയിൻ്റനൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്, CRA 2 ഇന്റിമേഷൻ ഓഫ് ദി അപ്പോയിന്റ്മെന്റ് ഓഫ് ദി കോസ്റ്റ് ഓഡിറ്റർ, CRA 3 കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്, CRA 3 കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ, യെസ്. അപ്പൊ സബ്സെക്ഷൻ 5 കഴിഞ്ഞില്ലേ. സോ നോക്കാം സബ്സെക്ഷൻ 5-ല് ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റേഴ്സ് ആണ് പറയുന്നത് അല്ലെ. സോ സെയിം റൈറ്റ്, സിമിലർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, നമ്മളെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിലുള്ള എല്ലാ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ക്വാളിഫിക്കേഷൻ ഇതൊക്കെ അപ്ലിക്കബിൾ ആണ്. കമ്പനി മസ്റ്റ് അസിസ്റ്റ് ദ കോസ്റ്റ് ഓഡിറ്റർ എന്തെങ്കിലും അസിസ്റ്റ് ചെയ്യണം, ഫെസിലിറ്റീസ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണം. മാത്രമല്ല ഫൈനൽ റിപ്പോർട്ട് ആയി കഴിഞ്ഞാൽ ദ റിപ്പോർട്ട് ഷുഡ് ബി സബ്മിറ്റഡ് ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് CRA 3 വിത്തിൻ 180 ഡേയ്സ്. ഓക്കെ, CRA 3 വിത്തിൻ 180 ഡേയ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടാണ് സ്വാഭാവികമായിട്ട് ഓഡിറ്റ് ചെയ്യുക. വൺസ് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് വിത്തിൻ 180 ഡേയ്സിനുള്ളിൽ CRA 3-ല് ഈ കോസ്റ്റ് ഓഡിറ്റർ എന്ത് കൊടുക്കണം, റിപ്പോർട്ട് കൊടുത്തിരിക്കണം. ഓക്കെ ആണോ? സബ്സെക്ഷൻ 5 കംപ്ലീറ്റ് ആയില്ലേ. യെസ്. അടുത്ത നമുക്ക് സബ്സെക്ഷൻ 6 നോക്കാം. സബ്സെക്ഷൻ 6-ൽ പറയാണ് എ കമ്പനി, ദാറ്റ് ഈസ് ഈ ഒരു കമ്പനി ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഈ ഒരു കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയ കമ്പനി, ആ റിപ്പോർട്ട് കിട്ടിയിട്ട് വിത്തിൻ 30 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ കോപ്പി ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയിട്ട്, ഓക്കെ, പ്രിപ്പയർഡ് ഇൻ പെർസ്യൂൻസ് ഓഫ് സബ്സെക്ഷൻ 2 ഫോർ ദി സെൻട്രൽ ഗവൺമെന്റ് വിത്ത് സച്ച് റിപ്പോർട്ട് അലോങ് വിത്ത് ദ ഫുൾ ഇൻഫർമേഷൻ എക്സ്പ്ലനേഷൻ ഫോർ എവരി റിസർവേഷൻ ഓർ ക്വാളിഫിക്കേഷൻ കണ്ടെയ്ൻഡ് therein. അതായത് ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ്, നെഗറ്റീവ് റിമാർക്സ് അല്ലെ, റിസർവേഷൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് മേ ബി അൺമോഡിഫൈഡ് ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ക്വാളിഫൈഡ് റിപ്പോർട്ട് ആയിരിക്കാം, അഡ്വേഴ്സ് റിപ്പോർട്ട് ആയിരിക്കും അല്ലെ. അപ്പൊ കോസ്റ്റ് ഓഡിറ്റർ CRA 3 എന്നുള്ള ഇതിൽ കൊടുത്ത ആ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുള്ള ഓരോ റിസർവേഷൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻസിന് കമ്പനിയുടെ ഭാഗത്ത് എന്ത് വേണം, എക്സ്പ്ലനേഷൻസ് വേണം.
സെൻട്രൽ ഗവൺമെന്റ് ഇത് കിട്ടാനാണ്, വെറുതെ ഒരു കോസ്റ്റ് ഒരു ഭംഗിക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസിന് മാത്രം നടത്തിയതല്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു CMA ഒരു ഫീസ് കിട്ടാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു പരിപാടിയല്ല. സെൻട്രൽ ഗവൺമെന്റ് പറയാണ് അവിടെയുള്ള ക്വാളിഫിക്കേഷൻസ് എന്താണോ, റിമാർക്സ് എന്താണോ, റിസർവേഷൻസ് എന്താണോ, കോസ്റ്റ് ഓർഡർ എന്തൊക്കെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ എടുത്ത് കാണിച്ചിട്ടുണ്ട്, അതിനുള്ള മറുപടി നിങ്ങൾ എന്ത് ചെയ്യണം, പറയണം. സോ കമ്പനി മീൻസ് കമ്പനിയുടെ ബോർഡ് ആയിരിക്കും നോർമലി അല്ലെ. സോ അപ്പൊ കമ്പനി കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയ കമ്പനി കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയിട്ട് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഈ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് റിസർവേഷൻസിന് എന്തിനാ മറുപടി വരണം, എക്സ്പ്ലനേഷൻസ് കൊടുക്കണം. ആ കൊടുക്കേണ്ടത് ഏത് ഫോമിലാണ്? CRA 4 ഓക്കെ, CRA 4 വിത്ത് ദിസ് CRAയുടെ ആ സീരീസ് കംപ്ലീറ്റ് ആയില്ലേ. സോ CRA 4 നമ്മൾ എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ റിപ്ലൈ കൊടുത്തിരിക്കണം വിത്ത് എക്സ്പ്ലനേഷൻ, ഇൻഫർമേഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻസ്. ഓക്കെ ആണോ? യെസ്. അപ്പൊ സബ്സെക്ഷൻ 6 നമ്മൾ എന്ത് ചെയ്യും, CRA 4 നമ്മൾ ഫയൽ ചെയ്യും വിത്തിൻ 30 ഡേയ്സ് ഫ്രം ദ റേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് ദി കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെ. സോ സബ്മിഷൻ ടു സെൻട്രൽ ഗവൺമെന്റ്, കമ്പനീസ് മസ്റ്റ് സെൻഡ് ദ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് അലോങ് വിത്ത് ദ എക്സ്പ്ലനേഷൻസ് ഫോർ എവറി ക്വാളിഫിക്കേഷൻ വിത്തിൻ 30 ഡേയ്സ് ഓഫ് ദി റിസീവിംഗ് ഇറ്റ് ഇൻ CRA 4. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ സബ്സെക്ഷൻ 6 വരെ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത സബ്സെക്ഷൻ 7 ഒന്ന് നോക്കാം. ഓക്കെ, സബ്സെക്ഷൻ 7 വളരെ സിമ്പിൾ ആണ്. കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടും along with the റിസർവേഷൻസിന്റെ ക്വാളിഫിക്കേഷൻ എക്സ്പ്ലനേഷൻ കണക്ക് അയച്ചല്ലോ സെൻട്രൽ ഗവൺമെന്റ് അല്ലെ. സെൻട്രൽ ഗവൺമെന്റ് വെറുതെ ഇതയച്ച് അവിടെ വെക്കാനാണോ? അല്ലെ, സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസേൺഡ് ഓഫീസർ അതെന്തെയും ഇത് വെരിഫൈ ചെയ്യും അല്ലെ. സോ കൺസേൺഡ് ഓഫീസർ ഇത് വെരിഫൈ ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ, ഏതെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ ഇൻഫർമേഷൻ സഫീഷ്യന്റ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ, അഡീഷണൽ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ, സോ അഡീഷണൽ ഇൻഫർമേഷൻ ചോദിക്കാനുള്ള പവർ ആയിരിക്കണ്ടേ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ അത് വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റിനുള്ളിൽ കമ്പനി എന്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്? ഈ അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ സബ്സെക്ഷൻ 7 പറയുന്നത് ആഫ്റ്റർ കൺസിഡർ ദ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്, ആ കിട്ടിയ റിപ്പോർട്ടും അതിന്റെ ഇൻഫർമേഷൻ എക്സ്പ്ലനേഷൻ ഒക്കെ കൺസിഡർ സെൻട്രൽ ഗവൺമെന്റിന് തോന്നാണ് ഇനി ഫർദർ ഇൻഫർമേഷൻ എക്സ്പ്ലനേഷൻ നെസസറി ആണെന്ന് തോന്നുകയാണെങ്കിൽ they may ask for further information explanation and company shall furnish with the same within the such time as may be specified by that government. അപ്പോൾ ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള സമയത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സബ്മിറ്റ് ചെയ്തിരിക്കണം, അഡീഷണൽ ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആണ് സബ്സെക്ഷൻ 7 പറയുന്നത്. നമ്മൾ നോട്ട്സിൽ നമ്മൾ സബ്സെക്ഷൻ 6 കഴിഞ്ഞിട്ട് അത്ര വലിയൊരു പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നാലും ആ ഒരു ഓർഡർ തെറ്റണ്ട എന്നുള്ള രൂപത്തിൽ നമ്മൾ 7 ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ കോൾ ഫോർ അഡീഷണൽ അല്ലെങ്കിൽ ഫർദർ ഇൻഫർമേഷൻ. ഓക്കെ, സോ ചെറിയൊരു പോയിന്റ് ആയിട്ട്. സോ സബ്സെക്ഷൻ 7 സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ കോൾ ഫോർ ഫർദർ ഇൻഫർമേഷൻ. ഓക്കെ, സബ്സെക്ഷൻ 7 ആയില്ലേ? ഓക്കെ, ഇനി നമുക്കറിയാം കോസ്റ്റ് ഓഡിറ്റ് കമ്പനീസ് ആക്ട് 146 വരെ പറഞ്ഞ 147 ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പണിഷ്മെന്റ് പറഞ്ഞില്ല, പെനാൾട്ടി പറഞ്ഞില്ല. ഇതുപോലെ തന്നെ 148 ഒരു എക്സ്ക്ലൂസീവ് സെക്ഷൻ ആണ് അല്ലെ. അപ്പൊ 148ലും എടുത്ത് പറയാണ്, ലാസ്റ്റ് സബ്സെക്ഷനിൽ പറയാണ് ഇഫ് എനി ഡിഫോൾട്ട് മെയ്ഡ് ഇൻ കംപ്ലൈങ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് സെക്ഷൻ, ദാറ്റ് ഈസ് സെക്ഷൻ നമ്പർ 148 നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ദ കമ്പനി ആൻഡ് എവരി ഓഫീസർ ഓഫ് ദ കമ്പനി ഹു ഈസ് ഇൻ ഡിഫോൾട്ട് ഷാൾ ബി പണിഷബിൾ. കമ്പനി ആസ് well as the responsible officer എന്നാണ് പണിഷബിൾ ആണ് ഇൻ ദ മാനർ സ്പെസിഫൈഡ് ഇൻ 147. അപ്പോൾ സാർ എന്തിനാണ് നമ്മൾ 130 147 നമുക്ക് പഠിക്കാനില്ലല്ലോ, നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് 148 മാത്രമല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ 147 കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണ്ടേ, ആ 147 നേരത്തെ പഠിച്ചില്ലേ, കോൺട്രാവെൻഷൻ പണിഷ്മെന്റ് അല്ലെ, പണിഷ്മെന്റ് ഫോർ കോൺട്രാവെൻഷൻ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഗൂഗിൾ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ വേറെ ബുക്ക് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അവിടെ തന്നെ മനസ്സിലാവും 147 എന്താണ്, പണിഷ്മെന്റ് ഫോർ കോൺട്രാവെൻഷൻ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, 143 നമ്മളിവിടെ കണ്ടില്ല. അപ്പൊ നമുക്ക് 143 ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് എന്താണ്, ഓഡിറ്റർ. ഓക്കെ, അല്ലെ, പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ. അപ്പൊ ഇതിനാണ് നമ്മൾ സെക്ഷൻസ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കുക സെക്ഷൻസ് ഒക്കെ. സോ പെർമനന്റ് മെമ്മറിയിൽ കയറിക്കോളൂ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഈ പറഞ്ഞിട്ടുള്ള സെക്ഷൻസിലെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ തെറ്റിക്കുകയാണെങ്കിൽ, കമ്പനി ആസ് വെൽ ആസ് എവരി ഓഫീസർ ഇൻ ഡിഫോൾട്ട്, തെറ്റ് ചെയ്തവർക്കൊക്കെ എന്ത് ചെയ്യും, പണിഷ്മെന്റ് എന്ത് ചെയ്യും, കിട്ടും. അണ്ടർ സെക്ഷൻ 147 പണിഷ്മെന്റിന് കിട്ടും. കൂടാതെ ദ കോസ്റ്റ് ഓഡിറ്റർ ഓഫ് ദ കമ്പനി ഹൂ ഈസ് ഇൻ ഡിഫോൾട്ട് ഷാൾ ബി പണിഷബിൾ. ഹലോ, കമ്പനിയും ഇനി കോസ്റ്റ് ഓഡിറ്ററുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചതെങ്കിൽ കോസ്റ്റ് ഓഡിറ്റർക്കും എന്ത് കിട്ടും, പണിഷ്മെന്റ് കിട്ടും. 147 തന്നെ പണിഷ്മെന്റ്. ഓക്കെ, അപ്പൊ 8ാമത്തെ വളരെ സിമ്പിൾ ആണ്. ഡിഫോൾട്ട് കമ്പനിയുടെ ഭാഗത്തുനിന്നാണെങ്കിൽ 147 പണിഷ്മെന്റ് കമ്പനിക്കും എവരി ഓഫീസറും ഡിഫോൾട്ടിനും കിട്ടും. 147 പറയുന്ന പണിഷ്മെന്റ് അഗൈൻ ആർക്ക് കിട്ടും, ഓഡിറ്റർ, കോസ്റ്റ് ഓഡിറ്റർക്ക് കിട്ടും. ദാറ്റ് ഈസ് ഡിഫോൾട്ട് ആരുടെ ഭാഗത്തുനിന്നാണെങ്കിൽ, കോസ്റ്റ് ഓഡിറ്റർ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ തെറ്റ് ഡിഫോൾട്ട് എന്നുള്ള കോസ്റ്റ് ഓഡിറ്ററുടെ ഭാഗത്തുനിന്നാണെങ്കിൽ കോസ്റ്റ് ഓഡിറ്ററും ഓൾസോ പണിഷബിൾ ആണ് 147. വിത്ത് ദിസ് നമ്മുടെ ആ യൂണിറ്റ് അതായത് കംപ്ലീറ്റ് ആയി. നമ്മൾ 8 സബ്സെക്ഷൻ ഇൻ ഡെപ്ത് നമ്മൾ എന്ത് ചെയ്തു, അനലൈസ് ചെയ്തു. ഓക്കെ അല്ലേ? യെസ്.
അപ്പോൾ എട്ടാമത്തെ പോയിന്റ് നോക്കാം. സോ പെനാൾട്ടി ഫോർ ദി നോൺ കംപ്ലയൻസ്, കമ്പനി ആൻഡ് ഓഫീസേഴ്സ് പണിഷ്ഡ് 147 സബ്സെക്ഷൻ 1. സബ്സെക്ഷൻ അറിയില്ല കുഴപ്പമില്ല. 147 ഓക്കെ. സോ 147 സബ്സെക്ഷൻ 1 കമ്പനി ആൻഡ് ഓഫീസേഴ്സ് ഇൻ ഡിഫോൾട്ട്. ലാസ്റ്റ് കോസ്റ്റ് ഓഡിറ്റർ ഈസ് പണിഷ്ഡ് അണ്ടർ സെക്ഷൻ 147 സബ്സെക്ഷൻ 2 to 147 സബ്സെക്ഷൻ 5 വരെ. ഓക്കെ. യെസ്, വിത്ത് ദിസ് നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ 148 ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞു. ഓക്കെ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്താലോ. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ റിവൈസ്? ഒന്ന്, ഓക്കെ. സോ 148 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒന്നാമത്തെ കാര്യം സി എക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. സി എക്ക് 1974 വരെ ഓഡിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു, പിന്നെ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. 2013 കമ്പനീസ് ആക്ട് വന്നതോടെ 148 ചാർട്ടേഡ് അക്കൗണ്ടന്റേ ഇല്ല, ഓൺലി കോസ്റ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അടുത്ത ഒരു CRA ഫോംസ് ഏതൊക്കെയാണ്? CRA 1, 2, 3, 4. ഓക്കെ, CRA 1, 2, 3, 4 എന്തൊക്കെയാണ്? CRA 1 എന്തായിരുന്നു? മെയിൻറ്റെയിനിങ് കോസ്റ്റ് റെക്കോർഡ്സ് അല്ലേ. CRA 2 എന്തായിരുന്നു? കോസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഇന്റിമേറ്റ് ചെയ്യാം. CRA 3 എന്തായിരുന്നു? കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്. CRA 4 എന്തായിരുന്നു? ആ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റിലേക്ക് അയച്ചു കൊടുക്കാം. വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണ് പറഞ്ഞത്? ഫസ്റ്റ് CRA 1 അല്ലെ. CRA 1 എന്തായിരുന്നു? മെയിൻറ്റെയിനിങ് കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് അല്ലെ. CRA 2 എന്തായിരുന്നു? കോസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്ത കാര്യം സെൻട്രൽ ഗവൺമെന്റ് ഇൻഫോം ചെയ്യുക. ദാറ്റ് ഈസ് ഇന്റിമേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് കോസ്റ്റ് ഓഡിറ്റർ. CRA 3 കോസ്റ്റ് ഓഡിറ്റർ 180 ഡേയ്സിനുള്ളിൽ എന്ത് കൊടുക്കണം? കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കണം. CRA 4 ആ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ സെൻട്രൽ ഗവൺമെന്റിക്ക് എന്ത് കൊടുക്കണം? എക്സ്പ്ലനേഷൻ അലോങ് വിത്ത് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് അല്ലേ. ഓക്കെ. അപ്പോൾ CRA ഫോം സെറ്റ് ആയില്ലേ. യെസ്. ഇനി സബ്സെക്ഷൻസ് നമുക്ക് 1 മുതൽ 8 വരെ ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് സബ്സെക്ഷൻ എന്താ പറഞ്ഞത്? സെൻട്രൽ ഗവൺമെന്റ് അല്ലെ. സെൻട്രൽ ഗവൺമെന്റ് എന്തിനുള്ള അവകാശം ഉണ്ട്, അല്ലെങ്കിൽ എന്തിനുള്ള പവർ ഉണ്ട്? കോസ്റ്റ് ഓഡിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ, കോസ്റ്റ് ഓഡിറ്റ് അല്ലെ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയാനുള്ള സർട്ടൻ ക്ലാസ് ഓഫ് കമ്പനീസിനോട് പറയാനുള്ള ഒരു പവറാണ് സബ്സെക്ഷൻ 1 പറഞ്ഞത്. സബ്സെക്ഷൻ 2 എന്തായിരുന്നു പറഞ്ഞത്? സബ്സെക്ഷൻ 2 പറഞ്ഞു വെച്ചാൽ ഇതിൽ തന്നെ ചില കമ്പനികൾക്ക് എന്തുണ്ട്? കോസ്റ്റ് ഓഡിറ്റും കൂടി അപ്ലിക്കബിൾ ആണെന്നാണ് സബ്സെക്ഷൻ 2 പറഞ്ഞത് അല്ലെ. അപ്പൊ വിത്ത് ദിസ് സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ 2 കഴിഞ്ഞു. ഇനി സബ്സെക്ഷൻ 3 പറഞ്ഞത് ഈ കോസ്റ്റ് ഓഡിറ്റ് പറഞ്ഞില്ലേ. അപ്പൊ ഈ കോസ്റ്റ് ഓഡിറ്റ് ആര് ചെയ്യണം? CMA പ്രാക്ടീസ് ചെയ്യണം, ബോർഡ് അപ്പോയിന്റ് ചെയ്യണം, പൈസ റെമ്യൂണറേഷൻ ആര് തീരുമാനിക്കണം? മെമ്പേഴ്സ് തീരുമാനിക്കണം. ഓക്കെ. അതാണ് സബ്സെക്ഷൻ 3 എന്ത് ചെയ്ത് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ, ഫിനാൻഷ്യൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്ത് ചെയ്യാൻ പാടില്ല? കോസ്റ്റ് ഓഡിറ്റർ ആയിട്ട് സെയിം ആയിട്ടുള്ള ആൾക്കാരെ ആവാൻ പാടില്ല. അടുത്ത സബ്സെക്ഷൻ 4 വന്നത് ഈ ഒരു ഓഡിറ്റ് ഉണ്ടല്ലോ, കോസ്റ്റ് ഓഡിറ്റ്, അത് 143 ഓഡിറ്റ് അല്ലാതെയുള്ള അഡീഷണൽ ഓഡിറ്റ് ആണ്. ഓക്കെ. സോ രണ്ടും സെപ്പറേറ്റ് ആണ്. ഓക്കെ. കോമൺ ആയിട്ട് എടുക്കുക. അത് ആ ഓഡിറ്റ് കഴിഞ്ഞവർക്ക് ഈ ഓഡിറ്റ് വേണ്ട എന്നുള്ള നിയമമില്ല. ആ ഓഡിറ്റ് ചെയ്തവർക്ക് തന്നെ ഈ ഓഡിറ്റും കൂടി എന്തെങ്കിലും വേണം. അപ്പൊ 143 ഓഡിറ്റും അലോങ് 148 ഓഡിറ്റും കൂടി എന്തിനും വേണ്ടി വരും. ഓക്കെ. ആണ് സബ്സെക്ഷൻ 4 വരെ. ഓക്കെ. 1 കോസ്റ്റ് റെക്കോർഡ്സ്, 2 കോസ്റ്റ് ഓഡിറ്റ്, 3 CMA കാരൻ ചെയ്യണം. ഓക്കെ. ബോർഡ് അപ്പോയിന്റ് ചെയ്യണം. ഓക്കെ. സോ ബോർഡ് അപ്പോയിന്റ് CMA ഇൻ പ്രാക്ടീസ്. ഓക്കെ. 4 നല്ലത് ഇറ്റ് ഈസ് അഡീഷണൽ ഓഡിറ്റ്. ഇറ്റ് ഈസ് അഡീഷണൽ ഓഡിറ്റ്. ഓക്കെ അല്ലെ. സിമ്പിൾ ആയിട്ട് 4 കഴിഞ്ഞില്ല. 5 എന്താ പറയുന്നത്? 143 ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എന്താണ്? സിമിലർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ ഇതിനും അപ്ലിക്കബിൾ ആണ്. കമ്പനി ഷാൾ പ്രൊവൈഡ് ദ ഫെസിലിറ്റീസ് അല്ലെ, അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റീസ് കോസ്റ്റ് ഓഡിറ്റ് ഒക്കെ എന്തെങ്കിലും കൊടുത്തിരിക്കണം. അതാണ് 5 പറയുന്നത്. ഓക്കെ. ഇനി ഹി ഷാൾ സബ്മിറ്റ് ദ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഇൻ CRA 3. നമുക്ക് പറയാം പോയിന്റ് സബ്സെക്ഷൻ 5 സബ്മിറ്റ് ദ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ. സോ സബ്മിറ്റ് ദ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഇൻ CRA 3. ആറാമത്തെ പോയിന്റിൽ വിത്തിൻ 30 ഡേയ്സ് CRA 4 സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കണം. ഓക്കെ. വിത്തിൻ 30 ഡേയ്സിൽ CRA 4 സെൻട്രൽ ഗവൺമെന്റ്. സബ്സെക്ഷൻ 7 സെൻട്രൽ ഗവൺമെന്റ് കോൾ ഫോർ അഡീഷണൽ ഇൻഫർമേഷൻ എന്ത് ചെയ്യാം, ചോദിക്കാൻ വേണമെങ്കിൽ. സബ്സെക്ഷൻ 8 പണിഷ്മെന്റ് ഫോർ കോൺട്രവെൻഷൻ. ഓക്കെ അല്ലേ. യെസ്. ക്ലിയർ അല്ലേ. യെസ്. ഓക്കെ. 8 സബ്സെക്ഷൻ അല്ലേ. യെസ്. അപ്പൊ ലാസ്റ്റ് റിവിഷൻ. ഓക്കെ. സോ ഇതോടെ നമ്മൾ ഫുൾ സെറ്റ് ആയിട്ടുണ്ടാവണം. 8 പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് കോസ്റ്റ് റെക്കോർഡ്സ് മാനേജ്. സെക്ഷൻ 148 സബ്സെക്ഷൻ 1 കോസ്റ്റ് റെക്കോർഡ്സ്. സെക്ഷൻ 148 സബ്സെക്ഷൻ 2. ഓക്കെ. സബ്സെക്ഷൻ 2 എന്തായിരുന്നു? കോസ്റ്റ് ഓഡിറ്റ്. ഓക്കെ. സെക്ഷൻ 148 സബ്സെക്ഷൻ 3 CMA ബോർഡ് അപ്പോയിന്റ് ചെയ്യുന്ന ആളല്ലേ. സോ ബോർഡ് അപ്പോയിന്റ് CMA ഇൻ പ്രാക്ടീസ് അദ്ദേഹമാണ് ചെയ്യേണ്ടത്. ഓക്കെ. സബ്സെക്ഷൻ 3 148 സബ്സെക്ഷൻ 3. 148 സബ്സെക്ഷൻ 4 ദിസ് ഈസ് അഡീഷണൽ ഓഡിറ്റ്. ഓക്കെ. ദിസ് ഈസ് അഡീഷണൽ ഓഡിറ്റ്. ഓക്കെ. ദെൻ സബ്സെക്ഷൻ 5 കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഇൻ CRA 3. കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഇൻ CRA 3. ദെൻ സബ്സെക്ഷൻ 6 CRA 4 റിപ്ലൈ ടു അല്ലെങ്കിൽ സബ്മിഷൻ ടു സെൻട്രൽ ഗവൺമെന്റ് ഇൻ CRA 4. ഓക്കെ. ദെൻ സബ്സെക്ഷൻ 7 ഓക്കെ. സബ്സെക്ഷൻ 7 സെൻട്രൽ ഗവൺമെന്റ് മേ കോൾ ഫോർ അഡീഷണൽ ഇൻഫർമേഷൻ. സെൻട്രൽ ഗവൺമെന്റ് മേ കോൾ ഫോർ അഡീഷണൽ ഇൻഫർമേഷൻ. സബ്സെക്ഷൻ 8 എന്തായിരുന്നു? പണിഷ്മെന്റ് ഫോർ കോൺട്രാവെൻഷൻ. ഓക്കെ അല്ലേ. ക്ലിയർ അല്ലേ. സിമ്പിൾ അല്ലേ.
So subsection 1 cost record, subsection 2 cost auditors, subsection 3 board appoints CMA, subsection 4 this is additional auditors, subsection 5 cost audit report, subsection 6 submission to central government, subsection 7 call for central government call for additional information, subsection 8 punishment for contravention. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, SACMA സ്റ്റുഡൻറ്റ് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പറയുന്നത് SACMA സ്റ്റുഡൻറ്റ് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട, ഇൻക്ലൂഡിങ് സബ്സെക്ഷനെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു സെക്ഷനാണ് കമ്പനീസ് ആയിട്ട് 148. ബാക്കിയുള്ള സെക്ഷൻസ് ഒന്നും ഞാൻ സബ്സെക്ഷൻ പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞു നിങ്ങളത് ആലോചിച്ച് നോക്കാം. നിങ്ങൾ എക്സാമിന് ഇത്രയ്ക്ക് വേണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അതല്ല. നിങ്ങൾ SACMA ഓക്കെ, SACMA ഫൈനൽ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ നാളെ CMA കാരനാവാൻ പോകുന്ന ഒരാളെന്നുള്ള നിലക്കൊന്ന് ആലോചിച്ച് നോക്കുക. ബാക്കിയൊക്കെ വിട്ടേക്കും, മിനിമം ഒരു സെക്ഷനെങ്കിലും വൃത്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സബ്സെക്ഷൻ അടക്കം പറയാൻ നമ്മുടെ ജീവിതത്തിൽ പറ്റണ്ടേ. അത് ഏത് സെക്ഷൻ്റെ ആവുക, സെക്ഷൻ നമ്പർ 148 നമ്മുടെ സെക്ഷൻ, ദറ്റ് ഈസ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഓക്കെ CMAക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയുള്ള ഒരേ ഒരു സെക്ഷൻ കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ നമ്പർ 148 നന്നായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, സോ അലോങ് വിത്ത് ദാറ്റ് CRA 1, 2, 3, 4 പഠിച്ചു. CRA 1 കോസ്റ്റ് റെക്കോർഡ്സ്, CRA 2 ഇന്റിമേഷൻ, CRA 3 കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്, CRA 4 സബ്മിഷൻ ടു സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, യെസ്. അപ്പം ഒറ്റ കാര്യം, റൊട്ടേഷൻ. ഓക്കെ, സോ 139 സബ്സെക്ഷൻ 3 ഒരു പോയിന്റ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കുന്നതൊക്കെയാണ്, പക്ഷെ കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഇത്ര നേരം നമ്മൾ കമ്പനീസ് ആക്ടും അതിനെക്കുറിച്ചൊക്കെ ഓഡിറ്റേഴ്സിനെ കുറിച്ചും പറഞ്ഞല്ലോ. അതുകൊണ്ട് റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് എന്ന് പറയില്ല. എന്നാൽ റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് ആ ഒരു ഇൻഡിപെൻഡന്റ് ഓക്കെ, ആ ഒരു ഓഡിറ്റിംഗ് ഈസ് എൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ. അപ്പോൾ കുറച്ച് നാൾ പരിചയം ആയിക്കഴിഞ്ഞാൽ, കുറച്ച് ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഇൻഡിപെൻഡൻസിനെ എഫക്ട് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ കമ്പനീസ് ആക്ട് എന്ത് പറയുന്നുണ്ട്, ഓഡിറ്റേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് എന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ട് അല്ലേ. കമ്പനീസ് ആക്ട് സെക്ഷൻ നമ്പർ 139 സബ്സെക്ഷൻ 3 139 സബ്സെക്ഷൻ 3 എന്നതാണ് റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്. ഓക്കെ, സെക്ഷൻ 139(3) റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്. വെദർ റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് ഈസ് അപ്ലിക്കബിൾ ടു കോസ്റ്റ് ഓഡിറ്റർ ഓർ നോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു കോസ്റ്റ് ഓഡിറ്റ്. ഓക്കെ, ദിസ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു കോസ്റ്റ് ഓഡിറ്റ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻഷ്യൽ ഓഡിറ്റർക്ക് റൊട്ടേഷൻസ് ഒക്കെ അപ്ലിക്കബിൾ ആണ്. പക്ഷെ എന്തല്ല, നമ്മുടെ റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് ആർക്ക് അപ്ലിക്കബിൾ അല്ല, കോസ്റ്റ് ഓഡിറ്റേഴ്സിന് റൊട്ടേഷൻ ഓഫ് ഓഡിറ്റ് എന്നല്ല അപ്ലിക്കബിൾ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, വിത്ത് ദിസ് നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ യൂണിറ്റ് ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയൽ അടക്കം നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ അല്ലേ, യെസ്. അപ്പോൾ ഇത്ര നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ബെനിഫിറ്റ് കാണാൻ പോകുന്നത് സെക്കൻഡ്, തേർഡ്. കാരണം തേർഡ് ചാപ്റ്റർ കോസ്റ്റ് ഓഡിറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും അവിടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാം. സോ സെക്കൻഡ്, തേർഡ് അങ്ങനെ മുന്നോട്ടുള്ള എല്ലാ ചാപ്റ്ററും വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ.